അയ്യോ അമ്മോ ഇതിൽ ഉപ്പില്ലല്ലോ. ഉപ്പ് തീരാൻ പാടില്ല. നമ്മുടെ അടുക്കളയില് ബാക്കി എന്ത് സാധനം തീർന്നാലും ഉപ്പ് മാത്രം തീരരുത്. ആ പാത്രം മാത്രം കാലിയായി കഴിഞ്ഞാൽ വീട്ടിൽ ദാരിദ്ര്യം വരുന്നട്ടോ അമ്മയുടെ വിശ്വാസം. അപ്പൊ അതിനെ കുറിച്ച് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ക്ലാസ് ഉള്ള ദിവസങ്ങളിൽ രാവിലെ തന്നെ അമ്മ വരുന്നു. ഞാൻ മിക്ക വീഡിയോകളിലും പറയാറുണ്ട്. അപ്പൊ അമ്മ വന്നു കഴിഞ്ഞാൽ മെയിൻ പണി ഇതിന്റെ പിന്നാലെ നടക്കലാട്ടോ. പിന്നെ എന്റെ കിച്ചണിൽ ഒരുവിധം പണി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും പുറത്തുള്ള ഒരുവിധം എല്ലാ പണികളും ചെയ്ത് തീർക്കണം എന്നാണ് പുള്ളിക്കാരത്തിന്റെ ഇൻട്രസ്റ്റ്. പക്ഷെ കാലുവേദനയാണ്. കുറച്ച് ദിവസം ഇതേ ഈ പെട്ടി എന്റെ കയ്യിൽ വന്നിരിക്കാൻ തുടങ്ങിയിട്ടോ. അപ്പൊ ഞാൻ ഇതിലേക്ക് പുതിയ പുതിയ സാധനങ്ങൾ എടുക്കാന്ന് പറഞ്ഞ് ഉള്ള സാധനങ്ങൾ മാക്സിമം തീരട്ടെ എന്ന് വെച്ച് മടിച്ച് നിന്നാട്ടോ. അപ്പൊ എന്തായാലും അമ്മ പറഞ്ഞതല്ലേ ഇനിയിപ്പോ എല്ലാ സാധനങ്ങളും ഒന്ന് ഓർഡർ ആക്കി വെക്കാന്ന് വെച്ചാൽ നേരെ പോയി കടയിലേക്ക്. നമ്മുടെ കട തുടങ്ങിയതിന് ശേഷം പിന്നെ വീട്ടിലേക്ക് അടുക്കളയിലേക്ക് വേണ്ട ഒരുവിധ സാധനങ്ങളൊക്കെ ഞാൻ അവിടെ തന്നെ എടുക്കാറുട്ടോ. പുറത്ത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അങ്ങനെ ഒന്നും മേടിക്കാറില്ല. നമുക്ക് ഫുഡ് കോർട്ട് ആയതുകൊണ്ട് തന്നെ കിച്ചണിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ ബേക്കറി ഐറ്റംസ് നമ്മുടെ ബേക്കറിയിൽ നിന്ന് തന്നെ എടുക്കും. അപ്പൊ ഞാനിത് എന്താ മെയിൻ ആയിട്ട് മാറ്റാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഉപയോഗിച്ചിരുന്ന ടിന്ന് ഇതാണ്. ഇത് അധികമായിട്ടില്ല ഞാൻ മേടിച്ചിട്ടുണ്ടെങ്കിലും, പക്ഷെ ഇത് ഭംഗി കണ്ട് മേടിച്ചാൽ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ അത്ര സുഖമില്ലാട്ടോ. കാരണം എയർ ടൈറ്റ് ആയിട്ട് നിൽക്കാനുള്ള നമ്മുടെ സ്റ്റോർ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ പെട്ടെന്ന് കേടാവണം. അപ്പൊ അത് കാരണമാണ് ഞാൻ മെയിൻ മാറ്റിയത്. പിന്നെ ഓണൊക്കെ അല്ലേ വരാൻ പോണു. പിന്നെ എന്റെ ദിവസങ്ങൾ തുടങ്ങുന്നതും തീരുന്നതും ഈ കിച്ചണിന്റെ ഉള്ളിൽ തന്നെ. അപ്പൊ ഇടയ്ക്കൊന്നും എന്തെങ്കിലും ഒരു ചേഞ്ച് കാണുമ്പോൾ ഒരു സന്തോഷം അത്ര തന്നെ. അങ്ങനെ ഓരോന്നോരോന്ന് മാറ്റി വെച്ചു. അപ്പൊ എനിക്ക് അറിയാൻ പറ്റാത്ത കാര്യം, ഇത്രയും ടിന്നുകൾ ഞാൻ മേടിച്ച 300 രൂപ കേട്ടോ. അപ്പൊ ഇത്രയും ഐറ്റംസ് എല്ലാം ഇട്ടിട്ടും ബാക്കി കുഞ്ഞു കുറച്ച് ടിന്നുകളും കൂടെ ബാക്കി. എന്തൊക്കെ മാറ്റിയാലും ഞാൻ മാറ്റാത്ത രണ്ട് സംഭവമാട്ടോ. ഈ ഉപ്പിട്ട് വെക്കണ ഭരണിയും പിന്നെ ഈ കുഞ്ഞിപ്പാത്രം. ഇതാവുമ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളും ഒറ്റയടിക്ക് കയ്യിലെടുക്കുകയും ചെയ്യാം. ഓരോരോ ടിന്നായിട്ട് തുറക്കുകയും വേണ്ട, അടക്കുകയും വേണ്ട. അപ്പൊ ഒരാഴ്ചക്കൊക്കെ ഉള്ള സംഭവങ്ങൾ ഇതുപോലെ ചെറുതിലാക്കി വെക്കൂട്ടോ. അപ്പൊ ഒരുവിധം എല്ലാ പണിയും കഴിഞ്ഞ് 1.5 മണിക്കൂർ നേരത്തെ സ്പെൻഡ് ചെയ്തിട്ടാട്ടോ ഇത് എങ്ങനെയായത്. കാരണം എന്താ വെച്ചാൽ എല്ലാ ടിന്നുകളും മാറ്റി പുതിയ ടിന്നിട്ടു. ഒരു സന്തോഷം, ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് അത്രേ ഉള്ളൂ. വലിയ പൈസ ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ വീട്ടിൽ യാതൊരു പ്രശ്നമില്ല. ചേട്ടനും സന്തോഷം, ഞാനും സന്തോഷം, ഹാപ്പി. അപ്പൊ ഇത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ, സീ യു.